തിരുമറ്റക്കോട് നാഗൽശ്ശേരി പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ചാത്തന്നൂർ ചേംബർ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ അതിഥിത്തൊഴിലാളിയുടെ മരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് വാവനൂർ ചാത്തന്നൂർ റോഡിലെ കോറിക്ക് സമീപത്ത് ട്രാക്ടർ ഇടിച്ച് അസം സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. എന്നാൽ ഈ അപകടം കോറിക്കുള്ളിലാണ് നടന്നതെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. വാവനൂർ ചാത്തന്നൂർ റോഡിൽ അങ്ങനെയൊരു അപകടം നടന്നതായി അറിവില്ല. പരിസരത്ത് താമസിക്കുന്ന ആരും തന്നെ ഇങ്ങനൊരു അപകടം നടന്നതായി കണ്ടിട്ടില്ലെന്നും നിരത്തിൽ അപകടത്തിന്റെ ഒരു അടയാളവും കാണാനായില്ലെന്നും ഇവർ സൂചിപ്പിച്ചു. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും ജനങ്ങളുടെ ജീവനും ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടുമാണ് കോറി പ്രവർത്തിക്കുന്നത്. കോറിയുടെ പ്രവർത്തനം തുറന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അതിഥിത്തൊഴിലാളിയുടെ മരണം റോഡപകടമാക്കിയതെന്നും ജനകീയ സമരസമിതി ആരോപിച്ചു. 6-ാം തീയതി കോറിയിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടായ വിവരം 9-ാം തീയതി മാർച്ച് അടുത്തും പറഞ്ഞിരുന്നു ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. സാധാരണ കോറിയിൽ അപകടവും മരണമൊക്കെ സ്വാഭാവികമാണ്, അത്ര തന്നെ അപ്പോഴും കരുതിയുള്ളൂ. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് ഈ കോറിയുടെ സ്ഥലത്ത് എവിടെയാണോന്ന് കറക്റ്റ് നമുക്കറിയില്ല, കോറിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കോറിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണോ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ റോട്ടിൽ എന്നാണ്, വാവനൂർ ചാത്തന്നൂർ റൂട്ടിൽ എന്നാണ് ഈ അപകടത്തിൻ്റെ സംഭവ സ്ഥലം മാസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ FIR കോപ്പി എടുത്തു. അപ്പോൾ ഓറിയൻ്റൽ കോറി പരിസരത്ത് നിന്ന് മാത്രമേ FIRലുള്ളൂ. പക്ഷെ സംഭവ സ്ഥലം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. സാധാരണ കോറിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ കോറി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ നിർത്തിവെക്കും. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, ഹിന്ദിക്കാരനാണ് മരിച്ചത്, ഒരു ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഡെഡ് ബോഡി എടുക്കുന്നവരെയൊക്കെ നിർത്തിവെക്കും. ഇവിടെ ഇങ്ങനൊരു അപകടം നടന്ന വിവരം ആ നാട്ടിലെ ഒരാൾ പോലും അറിഞ്ഞില്ല. ആ അപകടത്തിന് ശേഷം അവിടുത്തെ തൊഴിലാളികളായ ഹിന്ദിക്കാരുൾപ്പെടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല, റോട്ടിലേക്കോ കടയിലേക്കോ ഒന്നും വരുന്നില്ല. ഈ കോറി നിർബാധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത് പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് എന്ന വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന സോഴ്സ്, അവിടുത്തെ നാട്ടിലെ സോഴ്സിൽ നിന്നൊക്കെ മനസ്സിലായത് കോറിക്കകത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കോടതി ഉത്തരവിന്റെ മറവിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോറി പൂട്ടുന്നതുവരെ ജനകീയ സമരസമിതി സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എം പ്രദീപ്, KK രാമചന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ പ്രശ്നം ഇപ്പം എന്താ വെച്ചെങ്കിൽ തിരുമറ്റക്കോട് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും രണ്ടും SC കോളനി നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ SC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിന് മുമ്പ് വിളിയുണ്ടായി, ഇങ്ങനെ നമുക്ക് അതിൽ ഇടപെട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കോറി നിർത്താം എന്നുള്ള പല ആളുകൾ വിളിക്കുകയുണ്ടായി ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്ത്. പക്ഷേ എല്ലാവരും ഓരോ വിളിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പം എല്ലാം തന്നെ അവരുടെ കൂടെയാണെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ താമസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് വരുന്നത്. കാരണം സൗണ്ട്, ഒരു ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള സൗണ്ടുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ലാസ്റ്റാണ് ഇപ്പോൾ തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് 3 ദിവസമായിട്ട് 3 വീട്ടുകളിലേക്ക് കല്ല് തെറിക്കാനുള്ള ഇടയുണ്ടായത്. അപ്പോൾ മനുഷ്യൻ ജീവന് ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ആ കോറി അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അത് പൂട്ടിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്.